കാലക്രിയ. മുളാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ. വർത്തമാനകാലക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചല്ല, അത് സംഭവിക്കാനുള്ളത്. ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത് ആണ് എന്ത്? മാദിയായ ഭൂതകാലക്രിയ. പറഞ്ഞു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്താണ്? മാദിയാണ്, ഭൂതകാലക്രിയയാണ്. അമറ കൽപ്പിച്ചു, അതുപോലെ അവനൊരു പുരുഷൻ കൽപ്പിച്ചു എന്നാണ് കേട്ടോ. അവൻ കൽപ്പിക്കും അല്ലെങ്കിൽ കൽപ്പിക്കുന്നു, അതിനെന്തെന്നാ പറയുക? ഉമറു. അവിടെ എന്താ വ്യത്യാസം? യാ ചേർന്നിട്ടുണ്ട്. അമറ എന്നതിൽ ഉമറു എന്നായി, യാ ചേർന്ന് വന്നു. ഉമിറ കൽപ്പിക്കപ്പെട്ടു, അതെന്താണ്? മാദിയാണ്, കൽപ്പിച്ചു കഴിഞ്ഞതാണല്ലോ. പിന്നെ ഉമറു കൽപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടും, കൽപ്പിക്കപ്പെട്ടിട്ടില്ല, കൽപ്പിക്കപ്പെടാൻ പോകുന്നുള്ളൂ. ഇതെന്താണ്? ഇത് മുളാരി മഅറൂഫാണ്. അവനിൽ പുരുഷൻ കൽപ്പിക്കപ്പെട്ടു. ഇതിൽ ആരുണ്ട്? കർത്താവുണ്ട്, ചെയ്ത ഫായിലുണ്ട്, ഇതിൽ പ്രവർത്തിച്ച ആളുണ്ട്, ഒരാളുണ്ട്. ഇന്ന ആള്, അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടും എന്നാണ്. ഉമിറ എന്ന് പറയുമ്പോൾ അവനൊരു പുരുഷൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അമറ അവനൊരു പുരുഷൻ കൽപ്പിച്ചു, ഉമറു അവനൊരു പുരുഷൻ കൽപ്പിക്കപ്പെടും എന്ന്. ഉമിറ അവനൊരു പുരുഷൻ കൽപ്പിക്കപ്പെട്ടു, ഉമറു അവനൊരു പുരുഷൻ കൽപ്പിക്കപ്പെടും, അറിയപ്പെടുന്നു. സഅല അവൻ ചോദിച്ചു, യസ്അലു അവൻ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കുന്നു. ഇതാണ് ഇത്. പിന്നെ ആ പാഠഭാഗം നേരത്തെ നമ്മൾ വായിച്ചു പോയതാണ്. സ്വലാത്തി സുബ്ഹിന്റെ സുബഹി നിസ്കാരത്തിന് ശേഷം തിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്തു. ഇസ്തഗ്ഹറൽ വാലിദു, ആര്? പിതാവാണ് അങ്ങനെ ചെയ്തത്. പിതാവ് ജോലിയിലായി, ഇസ്തഗ്ഹറ ശുഗ്ലായി, ജോലിയിലായി. വാലിദു പിതാവ്. ബിഖിറാഅത്തിൽ ജരീറത്തിൻ പത്രവായന കൊണ്ട്. ഖറഅ അദ്ദേഹം വായിച്ചു. അൽ അനാവീന തലക്കെട്ടുകളാണ് അദ്ദേഹം വായിച്ചത്. ഇതൊക്കെ എന്താണ്? ഒരു കർത്താവുള്ള ക്രിയകളാണ്. ചെയ്ത ആള്, പിതാവ് അവിടെ ഉണ്ട്, പിതാവാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ചില വാക്കുകളുടെ പ്രയോഗങ്ങൾ നോക്കാം. അക്കല അവൻ തിന്നു, യഅ്കുലു അവൻ തിന്നും, ഉക്കില തിന്നപ്പെട്ടു, യുഅ്കലു തിന്നപ്പെടും, ജമഅ അവൻ ഒരുമിച്ചു കൂട്ടി, യജ്മഉ അവൻ ഒരുമിച്ച് കൂട്ടുന്നു, ജമിഅ ഒരുമിക്കപ്പെട്ടു, യുജ്മഉ ഒരുമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരുമിക്കപ്പെടും, ഫതഹ അവൻ തുറന്നു, അവനൊരു പുരുഷൻ തുറന്നു എന്നാണ് കേട്ടോ. യഫ്തഹു അവനൊരു പുരുഷൻ തുറക്കും, ഫുതിഹ തുറക്കപ്പെട്ടു, യുഫ്തഹു തുറക്കപ്പെടും എന്നാണ്. അങ്ങനെ ആ വാക്കുകളുടെ അർത്ഥം ബാക്കി കുറെ ഉണ്ട്. ബാഹ അവൻ വിറ്റു, യുബിഉ അവൻ വിൽക്കും, ബിയ വിൽക്കപ്പെട്ടു, യുബാഉ വിൽക്കപ്പെടുന്നു. പിന്നെ മദ്ദ അവൻ നീട്ടി, യമുദ്ദു അവൻ നീട്ടും, മുദ്ദ നീട്ടപ്പെട്ടു, യുമദ്ദു നീട്ടപ്പെടും, മനഅ അവൻ തടഞ്ഞു, മനഅ തടഞ്ഞു, യംനഉ തടയും, മുനിയ തടയപ്പെട്ടു, യുംനഉ തടയപ്പെടും. ചില വാക്കുകൾ നമുക്ക് എളുപ്പം പറയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ മനഅ അവൻ തടഞ്ഞു എന്ന് പറയുമ്പോൾ അതെന്താണ്? മാദിയാണ്. അപ്പോൾ അത് ഒരു കാര്യത്തെക്കുറിച്ച് തടയാണ്. യംനഉ തടയും എന്നാ പറഞ്ഞു, തടഞ്ഞിട്ടില്ല, സംഭവിച്ചു കഴിഞ്ഞതാ. അപ്പോൾ തടഞ്ഞിട്ടില്ല, സംഭവിച്ചു കഴിയാനുള്ളതാണ്, മജ്ഹൂലാണ്. അത് നമ്മൾ അർത്ഥങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ഖത്തല അവൻ കൊന്നു എന്നാണ്. യുഖ്തലു അവൻ കൊല്ലും,
അങ്ങനെ കൊല്ലപ്പെടും എന്നൊക്കെ പറയുന്ന മാതിരി, കൊള്ളുന്നു എന്നൊക്കെ പറയുന്ന മാതിരി. കഴിഞ്ഞിട്ടില്ല, ചെയ്ത് കഴിയാത്ത ക്രിയയാണ്. കുത്തില കൊല്ലപ്പെട്ടു, യുക്കത്തലു കൊല്ലപ്പെടും എന്നൊക്കെ. പിന്നെ കാല ഇനി സർഫാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. കാലത്ത്, കാല അവൻ പറഞ്ഞു, കാല അവർ രണ്ടു പേര് പറഞ്ഞു, കാലു അവരെല്ലാവരും പറഞ്ഞു. ഇത് സർഫാക്കുന്ന രീതിയാണ്. അപ്പോൾ ആരാണ് ഈ അവരിന്ന് പുരുഷനാണ്, അറിയപ്പെടും, മാറൂഫാണ്, പിന്നെ മാളി മാറൂഫ. കഴിഞ്ഞ കാല ഫായിലുള്ള പ്രവർത്തിച്ച ആളുള്ള ക്രിയയാണ് മാളി മാറൂഫ്. ഫായിലിനെ പറയുന്ന, മജ്ഹൂൽ നേരെ ഓപ്പോസിറ്റും. കാലത്ത് അവൻ പറഞ്ഞു, കാലത്ത് അവനൊരു പുരുഷൻ പറഞ്ഞു, കാലത്താ അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു, കുൽന അവരെല്ലാവരും കൂടി, അവളൊരു സ്ത്രീ പറഞ്ഞു. കാലത്ത് അവളൊരു സ്ത്രീ പറഞ്ഞു, കാലത്താ അവർ രണ്ട് സ്ത്രീകൾ പറഞ്ഞു, കുൽന അവരെല്ലാവരും പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി പറയാം. കാല അവൻ പറഞ്ഞു, കാല അവർ രണ്ടുപേരും പറഞ്ഞു, കാലു അവരെല്ലാവരും പറഞ്ഞു. കാലത്ത് അവൾ ഒരു സ്ത്രീ പറഞ്ഞു, കാലത്ത അവൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു, കുൽന അവരെല്ലാവരും പറഞ്ഞു. കുൽത്ത നീ പറഞ്ഞു, നീ ഒരു പുരുഷൻ പറഞ്ഞു. കൊൽത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പറഞ്ഞു. കൊൽത്തും നിങ്ങൾ പല പുരുഷന്മാരും പറഞ്ഞു. ഇപ്പോൾ കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ എന്താ പറയുന്നത്, അവളൊരു സ്ത്രീ പറഞ്ഞു എന്നല്ലേ. കൊൽത്തക്ക് നീ ഒരു പുരുഷൻ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. കാലക്ക് നമ്മൾ എന്താ പറഞ്ഞത്, അവൻ ഒരു പുരുഷൻ പറഞ്ഞു. കൊൽത്ത കാലത്ത് അവളൊരു സ്ത്രീ പറഞ്ഞു. കൊൽത്ത നീ ഒരു പുരുഷൻ പറഞ്ഞു. കൊൽത്തി നീ ഒരു സ്ത്രീ പറഞ്ഞു. എന്താ ഇവിടെയുള്ള തമ്മിലുള്ള വ്യത്യാസം? കാല എന്ന് പറയുമ്പോൾ എന്താണ്, അവനൊരു പുരുഷൻ പറഞ്ഞു, അവനൊരു പുരുഷൻ പറഞ്ഞു. കാലത്ത് അവളൊരു സ്ത്രീ പറഞ്ഞു. ഇത് രണ്ടും അറിയപ്പെട്ടതാണ്. അതേ സ്ഥാനത്ത് മുന്നിലുള്ള ആളാണ് പറ്റിയാണ് പറയുന്നത്. ഹാദിറായ ഫീലാണ്. കൊൽത്ത നീ ഒരു പുരുഷൻ പറഞ്ഞു. കൊൽത്തി നീ ഒരു സ്ത്രീ പറഞ്ഞു. കൊൽത്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു. കൊൽത്തുന്ന നിങ്ങളെല്ലാവരും പറഞ്ഞു. ഒന്നും കൂടി അത് പറയാം. കാല അവനൊരു പുരുഷൻ പറഞ്ഞു, കാലത്ത് അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു, കാലു അവർ പല പുരുഷന്മാരും പറഞ്ഞു. കാലത്ത് അവൾ ഒരു സ്ത്രീ പറഞ്ഞു, കാലത്ത് അവൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു, കുൽന അവരെല്ലാ സ്ത്രീകളും പറഞ്ഞു. ഇത് രണ്ടും മറിഞ്ഞതാണ്, അവരാണ്. പിന്നെ പറഞ്ഞ് കഴിഞ്ഞും ചെയ്തിരിക്കുന്നു, മാതിയാണ്. പിന്നെ കുൽത്ത നീ ഒരു സ്ത്രീ പറഞ്ഞു, ഇത് മുന്നിലുള്ള ഒരാളോട് പറയുന്നതാണ്. കുൽത്ത നീ ഒരു സ്ത്രീ പറഞ്ഞു. കൊൽത്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു. കൊൽത്തും നിങ്ങളെല്ലാവരും പറഞ്ഞു. ലിസാനുൽ ഖുർആൻ 6ാം ക്ലാസ് സർഫാക്കുന്ന രീതി എങ്ങനെയാണ് നമ്മളെ പാഠഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ. കാല, കാല, കാലു, അതുപോലെ കാലത്ത്, കാലത്ത, കുൽന, കുൽത്ത, കുൽത്തുമാ, കുൽത്തും, കുൽത്തി, കുൽത്തുമാ, കുൽത്തുന്ന. കാല അവൻ പറഞ്ഞു, കാലത്ത് കാല അവനൊരു പുരുഷൻ പറഞ്ഞു, കാല അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു, കാലു അവർ പല പുരുഷന്മാരും പറഞ്ഞു. കാലത്ത് അവൾ ഒരു സ്ത്രീ പറഞ്ഞു, കാലത്ത അവൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു, കുൽന അവർ പല സ്ത്രീകളും പറഞ്ഞു. കൊൽത്ത നീ ഒരു പുരുഷൻ പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞത് രണ്ടും ഗായിബാണ്, എന്ന് വെച്ചാൽ മറഞ്ഞ ആളാണ്, മറഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, മാളി മാറൂഫാണ്. പിന്നെ അതിൻ്റെ താഴെ പറയുന്നത് കുൽത്ത നീ ഒരു പുരുഷൻ പറഞ്ഞു. കുൽത്ത നിങ്ങൾ രണ്ട് പുരുഷന്മാർ പറഞ്ഞു. കുൽത്തും നിങ്ങൾ പല പുരുഷന്മാരും പറഞ്ഞു.
കുൽത്തി നീ ഒരു സ്ത്രീ പറഞ്ഞു. കുൽത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു. കുൽത്തുന നിങ്ങളെല്ലാവരും പറഞ്ഞു. കുൽത്തു ഞാൻ പറഞ്ഞു. കുൽന ഞങ്ങൾ പറഞ്ഞു. അതിനെ ബാ അവൻ വിറ്റു, അവനൊരു പുരുഷൻ വിറ്റു. ബാ അവർ രണ്ട് പുരുഷന്മാർ വിറ്റു. ബാവു അവർ പല പുരുഷന്മാരും വിറ്റു. ബാഅത്ത് അവൾ ഒരു സ്ത്രീ വിറ്റു. ബാഅത്ത അവർ രണ്ട് സ്ത്രീകൾ വിറ്റു. ബിയഅന അവരെല്ലാ സ്ത്രീകളും വിറ്റു. ബിയഅത്ത നീ ഒരു പുരുഷൻ വിറ്റു. ബിയഅത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വിറ്റു. ബിയഅത്തും നിങ്ങൾ എല്ലാ പുരുഷന്മാരും വിറ്റു. അപ്പോൾ ഹാദിറായ ക്രിയയാണത്. ഇനി ഹാദിറായ സ്ത്രീയോടാണ് പറയുന്നത്. ബിയഅത്ത ബിയഅത്തി നീ ഒരു സ്ത്രീ വിറ്റു. അപ്പോൾ ബിയഅത്ത എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു പുരുഷനായിരുന്നു. ബിയഅത്തി എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായ വ്യത്യാസം? ബിയഅത്തക്ക് എനിക്ക് ഫതഹായി ലാസ്റ്റത്തെ അക്ഷരം. ബിയഅത്തി എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ അക്ഷരം എന്തായി? കിസറായി. ഈ ഫത്തഹും കിസറും ഇങ്ങനെ മാറുമ്പോൾ അർത്ഥങ്ങൾ വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളെ പാരായണ രീതി ഒക്കെ ശരിയാവുള്ളൂ. ഇപ്പോൾ മുസാഫ് നമ്മൾ ഓതുമ്പോൾ എന്താണിപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം? ഇത് പഠിക്കുന്നതിൻ്റെ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ വ്യാകരണങ്ങളിൽ വ്യതിചലനം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഫത്തഹും കിസറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ എന്തുണ്ടാകും? അർത്ഥങ്ങൾ മാറും. അപ്പം നമ്മൾ പറയുന്നത് കളവാകും, നമ്മുടെ ഓത്ത് കളവാകും. ബിയഅത്തു ഞാൻ വിറ്റു. ബിയഅന നമ്മൾ വിറ്റു. ഇനി അതിൻ്റെ ഒരു മുളാരിയായ സർഫാക്കൽ നമുക്ക് നോക്കാം. യഖൂലു യഖൂലാനി യഖൂലൂന തഖൂലു തഖൂലാനി യഖുൽന. തഖൂലു തഖൂലാനി തഖുൽന എന്നല്ല പറഞ്ഞത്, യഖുൽന എന്ന പറഞ്ഞത്. യഖൂലു അവൻ ഒരു പുരുഷൻ പറയും. യഖൂലാനി അവർ രണ്ട് പുരുഷന്മാർ പറയും. യഖൂലൂന അവർ പല പുരുഷന്മാരും പറയും. ഇത് എന്താണ്? മജ്ഹൂലാണ് ട്ടാ. തഖൂലു അവൾ പറയും, അവളൊരു സ്ത്രീ പറയും. തഖൂലാനി അവർ രണ്ട് സ്ത്രീകൾ പറയും. യഖുൽന അവർ പല സ്ത്രീകളും പറയും. തഖൂലു നീ ഒരു പുരുഷൻ പറയും. തഖൂലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പറയും. തഖൂലൂന നിങ്ങൾ പല പുരുഷന്മാരും പറയും. തഖൂലീന നീ ഒരു സ്ത്രീ പറയും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതും കൂടെ വ്യത്യാസം. തഖൂലൂന നീ ഒരു പുരുഷൻ പറയും. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു തഖൂലു അവൾ ഒരു സ്ത്രീ പറയും. ഹാദിറുള്ള ആളോട് അവൾ ഒരു സ്ത്രീ പറയുന്നു. ഹാദിറില്ലാത്ത ആള്, നമ്മുടെ മുന്നിലില്ലാത്ത ആള്, അറിയപ്പെട്ട ആള്. തഖൂലീന നീ ഒരു സ്ത്രീ പറയും. അപ്പം എന്താണ്? അത് മുന്നിലുള്ള ആള്. പദങ്ങളുടെ വ്യത്യാസം എങ്ങനെ? തഖൂലു തഖൂലു അവൾ ഒരു സ്ത്രീ പറയും. ഇവിടെ തഖൂലു എന്നാണ്. അതേ സ്ഥാനത്ത് തഖൂലീന. ഇപ്പൊ തഖൂലീന അവിടെ പദങ്ങൾ വ്യത്യാസം വന്നു. തഖൂലാനി അവർ രണ്ട് സ്ത്രീകൾ പറയും. തഖുൽന നിങ്ങൾ പല സ്ത്രീകളും പറയും. നിങ്ങൾ തഖൂലീന നീ ഒരു സ്ത്രീ പറയും. തഖൂലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പറയും. തഖുൽന നിങ്ങൾ പല സ്ത്രീകളും പറയും. അഖൂലു ഞാൻ പറയും. നഖൂലു ഞങ്ങൾ പറയും. യബിയ അവൻ വിൽക്കും. യബിയാനി അവർ രണ്ടുപേർ വിൽക്കും. അവനൊരു പുരുഷൻ വിൽക്കുന്ന യബിയ എന്നുള്ള കേട്ടോ. യബിയ അവൻ ഒരു പുരുഷൻ വിൽക്കും. യബിയാനി അവർ രണ്ട് പുരുഷന്മാർ വിൽക്കും. യബിയൗന അവർ പല പുരുഷന്മാരും വിൽക്കും. തെബിയു അവൾ ഒരു സ്ത്രീ വിൽക്കും. തെബിയാനി അവർ രണ്ട് സ്ത്രീകൾ വിൽക്കും. യബിയൗന അവരെല്ലാ സ്ത്രീകളും വിൽക്കും. ഇത് ഇപ്പൊ എന്താണ്? ഹായിബാണ് പറയുന്നത്. ഇനി ഹാദിറുള്ള ഒരാളോടാ പറയുന്നത്, ഹാദിറുള്ള സ്ത്രീയോടാ പറയുന്നത്. തെബിയു നീ ഒരു സ്ത്രീ വിൽക്കും. തെബിയു നീ ഒരു പുരുഷൻ വിൽക്കും. തെബിയാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ വിൽക്കും. തെബിയൗന നിങ്ങൾ പല പുരുഷന്മാരും വിൽക്കും. തെബിയൗന തെബിയൈന
നീ ഒരു സ്ത്രീ വിൽക്കും. തെബിയാനി നിങ്ങൾ 2 സ്ത്രീകൾ വിൽക്കും. തെബിയൗന നിങ്ങൾ പല പുരുഷന്മാരും വിൽക്കും. അബിഉ ഞാൻ വിൽക്കും. നബിഉ അക്ഷരങ്ങൾ വെളിവാവണേ. നബിഉ ഞങ്ങൾ വിൽക്കും. യമുദ്ദു അവൻ നീട്ടും, അല്ലെങ്കിൽ അവൻ നീട്ടുന്നു എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളാണ്. നീട്ടും എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. യമുദ്ദാനി അവർ 2 പുരുഷന്മാർ നീട്ടും. യമുദ്ദൂന അവരെല്ലാ പുരുഷന്മാരും നീട്ടും. തമുദ്ദു അവളൊരു സ്ത്രീ നീട്ടും. തമുദ്ദാനി അവൾ 2 സ്ത്രീകൾ നീട്ടും. തമുദ്ദുദിന അവരെല്ലാ സ്ത്രീകളും നീട്ടും. അപ്പോൾ ഇത് രണ്ടും അവരാണ്. ആദ്യം സർഫാക്കിയ രണ്ടും യമുദ് അതുപോലെ തമുദ്, ഇത് രണ്ടും അവരാണ്. ഒന്ന് ആദ്യം പറഞ്ഞത് പുരുഷനും രണ്ടാമത് സ്ത്രീയും. തമുദ്ദു നീ ഒരു പുരുഷൻ വീട്ടും. തമുദ്ദാനി നീ ഒരു പുരുഷൻ നീട്ടും. തമുദ്ദാനി നിങ്ങൾ 2 പുരുഷന്മാർ നീട്ടും. തമുദ്ദൂന നിങ്ങൾ പല പുരുഷന്മാരും നീട്ടും. തമുദ്ദീന നീ ഒരു സ്ത്രീ നീട്ടും. തമുദ്ദാനി നിങ്ങൾ 2 സ്ത്രീകൾ നീട്ടും. തമുദ്ദൂന നിങ്ങൾ പല സ്ത്രീകളും നീട്ടും. ഇത് രണ്ടും ഹാദിറുള്ള ആൾക്കാരോടാണ് പറഞ്ഞത്. അമുദ്ദു ഞാൻ നീട്ടും. നമുദ്ദു ഞങ്ങൾ നീട്ടും. ഇദാ ദുക്കിറൽ ഫായിലു മഅൽ ഫീലി കാനൽ ഫീലു മഅറൂഫൻ. ക്രിയാപദത്തോടൊപ്പം കർത്താവിന് പറയപ്പെട്ടാൽ ആ ക്രിയ മഅറൂഫായ പദമാണ്. ഇല്ലം യുദ്കരിൽ ഫായിലു മഅൽ ഫീലി കാനൽ ഫീലു മജ്ഹൂലാനി. ക്രിയാപദത്തോടൊപ്പം കർത്താവിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ക്രിയാപദം മജ്ഹൂലും ആയിത്തീരും. മഅറൂഫും മജ്ഹൂലും, അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും. കർത്തറി പ്രയോഗം എന്ന് പറയുന്നതിന് അറിയപ്പെട്ടതിന്. ഇപ്പോൾ അറസ നട്ടു, ഒരിസ നടപ്പെട്ടു, ആള വറ്റി, വറ്റപ്പെട്ടു. അത് അഫ്ആലുൽ മഅറൂഫാണ് അറസ എന്നുള്ള വാക്ക്. അതായത് അറിയപ്പെട്ട, കർത്താവിനെ അറിയപ്പെട്ട ക്രിയയാണത്. അൽ അഫ്ആലു മജ്ഹൂല് പ്രവൃത്തി മാത്രം. ഒരിസ നടപ്പെട്ടു എന്നത് മജ്ഹൂലാണ്. ഒരിസ. ആള വറ്റി, ഖീല വറ്റപ്പെട്ടു, യഹ്ളുറു ഹാജരാകുന്നു, യുഹ്ളറു ഹാജരാക്കപ്പെടും അല്ലെങ്കിൽ ഹാജരാക്കപ്പെടുന്നു, യമുദ്ദു നീട്ടുന്നു, യുമദ്ദു നീട്ടപ്പെടുന്നു, ഫറജ വിശാലമാക്കി, ഫുരിജ വിശാലമാക്കപ്പെട്ടു, അലഖ അടച്ചു, ഖുലിഖ അടക്കപ്പെട്ടു, യഗ്ഫിറു പുറത്തു തരും, യുഗ്ഫറു പൊറുക്കപ്പെടും എന്ന് രണ്ടും പറയാം. പിന്നെ മസ്സ സ്പർശിച്ചു, മുസ്സ സ്പർശിക്കപ്പെട്ടു, യജ്ലിസു തടവിലാക്കും, യഹ്ബസു തടവിലാക്കപ്പെടും, യഖൂലു പറയും, പറയപ്പെടും, യുഖാലു പറയപ്പെടും. അപ്പൊ ഇത് പാഠം 1 ഭാഗങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് പാഠം 2 പറയാനുള്ളത്. അത് പറയാം അടുത്ത എപ്പിസോഡ്. പാഠം 2 ലിസാനുൽ ഖുർആൻ 6ാം ക്ലാസ്. മാ ഹലർത്ത ഫിൽ മദ്രസത്തി. നീ മദ്രസയിൽ ഹാജരായില്ല എന്ന് പറയുന്ന ഒരു പാഠമാണ്. ഇത് നിഷേധക്രിയയാണ് അല്ലേ? നിഷേധക്രിയയാണ്. ഇദാ ദഖല ഹർഫു മാ ഫി അവ്വലിൽ ഫിഅലിൽ മാദി യകൂനു മൻഫിയൻ ഹാദിഹി. ഭൂതകാല ക്രിയയുടെ തുടക്കത്തിൽ മാ എന്ന ഹർഫ് വന്നാൽ അത് മൻഫിയായിട്ട് മാറും, നിഷേധക്രിയയായിട്ട് മാറും. ഇപ്പോൾ മാ ജാഅ എന്ന് പറഞ്ഞാൽ നീ വന്നിട്ടില്ല, നീ വന്നില്ല
എന്നാണല്ലോ, നിഷേധക്രിയയാണ്. മാ റഅയ്തു ഞാൻ കണ്ടില്ല. അപ്പം എന്താ പറഞ്ഞത്? ഭൂതകാല ക്രിയ എന്ന് പറഞ്ഞാൽ മാളിയായ ഒരു ഫേര്, അതാണ് ഭൂതകാല ക്രിയ. അതിൻ്റെ മുന്നിൽ മാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം വന്നാൽ അത് നിഷേധക്രിയയായി. നിഷേധക്രിയ. അതുകൊണ്ടാണ് മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. മാ റഅയ്തു ഞാൻ കണ്ടില്ല, നിഷേധിക്കുകയാണ്. പിന്നെ മാ ജാഅ അങ്ങനെ തന്നെ, ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ. ഇനി മാളിയായ ഒരു ഫേലിൻ്റെ മുന്നിൽ മാ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അത് മുസ്ബത്താകും, വിധിക്രിയയാകും. അത് മുസ്ബത്ത് വിധിക്രിയ. ജാ, ഉദാഹരണത്തിന് ഇപ്പോൾ ജാ വന്നു, ജാ വന്നു. അതുപോലെ റഅയ്തു ഞാൻ കണ്ടു, റഅയ്തു ഞാൻ കണ്ടു. മറ്റേത് എന്തായിരുന്നത്? മാ റഅയ്തു അല്ലേ വന്നത്, ഞാൻ കണ്ടിട്ടില്ല എന്നല്ല വന്നിരുന്നത്. മാ ജാ ഞാൻ വന്നിട്ടില്ല, ജാ ഞാൻ വന്നു. മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല, റഅയ്തു ഞാൻ കണ്ടു എന്നാണ്. ഇനി ഈ ഭൂതകാല ക്രിയയുടെ, അതായത് നിഷേധവാക്ക്, നഫിയുടെ അടയാളം. ആ നഫിയുടെ അടയാളം എന്താണ്? മാ എന്ന വാക്ക് ആദ്യത്തിൽ വരിക. ആ ക്രിയയുടെ ആദ്യത്തിൽ മാ എന്ന വാക്ക് വരിക. അപ്പം നമ്മൾ എഴുതി പഠിക്കേണ്ടത് എന്താണ്? ഈ നിഷേധക്രിയയും നിഷേധമല്ലാത്ത, നിഷേധിക്കാത്ത ക്രിയയുമാണ് എഴുതി പഠിക്കേണ്ടത്. മാ എന്ന ഹർഫാണ്. ഉദാഹരണം മാ ജാ വന്നിട്ടില്ല, ഞാൻ വന്നിട്ടില്ല. ഇനി മൻഫിയായ രൂപത്തിൽ സർഫാക്കൽ എങ്ങനെ? മാ ദഹബ, മാ ദഹബ, മാ ദഹബു. മാ ദഹബ അവൻ പോയില്ല, അവനൊരു പുരുഷൻ പോയില്ല. മാ ദഹബ അവർ രണ്ട് പുരുഷന്മാർ പോയില്ല. മാ ദഹബു അവരാരും പോയില്ല. മാ ദഹബത്ത് അവളൊരു സ്ത്രീ പോയില്ല. മാ ദഹബന്റെ ദഹബത്തും കൂടിയുള്ള വ്യത്യാസം എന്താ? ഒരു താ കൂടി. ആ തായിനാണെങ്കിൽ സുക്കൂനാണ് ദഹബത്ത്. മാ ദഹബത്ത അവർ രണ്ട് സ്ത്രീകൾ പോയില്ല. അപ്പം നിങ്ങൾ പരീക്ഷ പേപ്പറിൽ ക്രിയകൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹർക്കത്തും ശ്രദ്ധിക്കണേ. ഒരു ലഫ്ള് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഹർക്കത്തും ശ്രദ്ധിക്കണം. മാ ദഹബത്ത അവർ രണ്ട് സ്ത്രീകൾ പോയില്ല. മാ ദഹബിന അവർ പല സ്ത്രീകളും പോയിട്ടില്ല. ഇത് ഭൂതകാല ക്രിയയാണ് കേട്ടോ. അൽ ഫിഅലുൽ മാദിൽ മൻഫിയ, ഭൂതകാല പ്രവർത്തികളാണ്. മാ ദഹബത നീ ഒരു പുരുഷൻ പോയിട്ടില്ല. അപ്പൊ ഇത് എന്താണ്? ഹാദിറുള്ള ആളോടാ പറഞ്ഞത് കേട്ടോ, മുന്നിൽ വെച്ചിട്ട് ഒരാളോടാ പറയുന്നത്. മാ ദഹബത്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോയില്ല. മാ ദഹബത്തുന്ന നിങ്ങൾ ആരും പോയിട്ടില്ല. നിങ്ങൾ ഒറ്റ സ്ത്രീകളും പോയിട്ടില്ല, നിങ്ങൾ സ്ത്രീകൾ ആരും പോയിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല. മാ ദഹബിന ഞങ്ങൾ പോയിട്ടില്ല. മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല. അതുപോലെ മറ്റേ ഞാൻ മാ ജാഅക്ക് അതല്ല നമ്മൾ പറഞ്ഞത്, ഞാൻ പോയിട്ടില്ല, ഞാൻ വന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. മുസ്ബത്ത് വിധിക്രിയ, മൻഫി നിഷേധക്രിയ. മുസ്ബത്ത് ഇപ്പോൾ വിധിക്രിയ എന്ന് പറയുമ്പോൾ ദഹബ അവൻ പോയി, മാ ദഹബ അവൻ പോയില്ല. രണ്ടും ഒന്ന് വിധിക്രിയയാണ്, ഒന്ന് നിഷേധക്രിയയാണ്. ഒന്ന് ഉള്ളതാണ് സംഭവം, മറ്റേത് നിഷേധിക്കുകയാണ്. ഹലറ അവൻ ഹാജരായി, മാ ഹലറ അവൻ ഹാജരായിട്ടില്ല. ജലസ അവൻ ഇരുന്നു, മാ ജലസ അവൻ ഇരുന്നില്ല. മാ ജാ അവൻ വന്നു, മാ ജാ അവൻ വന്നു, മാ ജാ അവൻ വന്നില്ല. റഅ അവൻ കണ്ടു, മാ റഅ അവൻ കണ്ടില്ല. പിന്നെ മൻഫിയായ ഒരു ഫീലാണ് മാ റക്ബത്തു ഫി സഫീനത്തി ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല. ആ പാഠത്തിലെ ലാസ്റ്റുള്ള ഒരു വാക്കാണത്. ഞാൻ
കപ്പലിൽ കയറിയിട്ടില്ല. ഇത് നിഷേധക്രിയയാണ്. അതിൽ മാ റക്കബത്തു ഞാൻ കയറിയിട്ടില്ല എന്നുള്ളത്, വാഹനം കയറിയില്ല എന്നുള്ളത് അതാണ്. അവിടെയാണ് ആ മാ വന്നിട്ടുള്ളത്. ഫിലിന്റെ ആദ്യത്തിലാണ് മാ വന്നത്. ജാതി താലിബാത്ത് കുല്ലുഹുന്ന ഇല്ലാ റബിയ, റബിയ ഒഴിച്ചുള്ള എല്ലാ വിദ്യാർത്ഥികളും വന്നു. ജാതി വിദ്യാർത്ഥിനികളും വന്നു. റബിയ ഒഴിച്ചുള്ള എല്ലാ വിദ്യാർത്ഥിനികളും വന്നു. അൽ മൻഫി മാ ജാഅത്ത് റബിയത്തു ഇലാ മദ്രസത്തി, റബിയ മദ്രസയിൽ വന്നിട്ടില്ല. ഈ മാ കത്തബ എങ്ങനെ സർഫാക്കുക എന്നറിയോ? ഇങ്ങനെ സർഫാക്കണം. മാ കത്തബ, മാ കത്തബ, മാ കത്തബു, അല്ലെങ്കിൽ തെറ്റിയാൽ മക്തബാവും. മാ കത്തബ അവൻ എഴുതിയില്ല. മാ കത്തബ അവർ രണ്ടുപേർ എഴുതിയില്ല. മാ കത്തബു അവർ പല പുരുഷന്മാരും എഴുതിയില്ല. പല പുരുഷന്മാരും ഉണ്ടോ? മാ കത്തബ അവനൊരു പുരുഷൻ എഴുതിയില്ല. മാ കത്തബ അവർ രണ്ട് പുരുഷന്മാർ എഴുതിയില്ല. മാ കത്തബു അവർ പല പുരുഷന്മാരും എഴുതിയില്ല. മാ കത്തബത്ത് അവൾ ഒരു സ്ത്രീ എഴുതിയില്ല. മാ കത്തബുത്ത അവർ രണ്ട് സ്ത്രീകൾ എഴുതിയില്ല. മാ കത്തബിന അവർ പല സ്ത്രീകളും എഴുതിയില്ല. ഇത് ഗായിബാണ്, മറഞ്ഞതാണ്. മുന്നിലില്ലാത്ത ഒരാളെ അവരെ കുറിച്ചാണ് പറയുന്നത്. ഈ മുന്നിലുള്ള പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് നോക്കാം നമുക്ക്. മാ കത്തബത്ത് നീ ഒരു പുരുഷൻ, മാ കത്തബുത്ത നീ ഒരു പുരുഷൻ എഴുതിയില്ല. നിഷേധക്രിയയാണ്. അതോടൊപ്പം പിന്നെ ഹാദിറാണ്, മുന്നിലുള്ള ആളാണ്. മുന്നിലുള്ള ആളോടാ പറയുന്നത്. മാ കത്തബുത്ത, മറ്റത് മാ കത്തബത്ത്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ പുരുഷൻ, പിന്നെ മറഞ്ഞ പുരുഷനെ കുറിച്ച് പറയുന്നത് മാ കത്തബ, മറഞ്ഞ സ്ത്രീയെ കുറിച്ച് പറയുന്നത് മാ കത്തബത്ത്, പിന്നെ മുന്നിലുള്ള പുരുഷനെ പറ്റി പറയുന്നത് മാ കത്തബുത്ത, പിന്നെ മുന്നിലുള്ള സ്ത്രീയെ കുറിച്ച് പറയുന്നത് മാ കത്തബുത്തി. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ ക്രിയയിലേക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാഞ്ഞാൽ എന്ത് കിട്ടൂല, അർത്ഥം പേക്കും. മാ കത്തബുത്ത നീ ഒരു പുരുഷൻ എഴുതിയില്ല. മാ കത്തബുത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതിയില്ല. മാ കത്തബുത്തും നിങ്ങൾ ഒരു പുരുഷന്മാരും എഴുതിയില്ല. മാ കത്തബുത്ത മാ കത്തബുത്തുമാ മാ കത്തബുത്തും. മാ കത്തബുത്തി മാ കത്തബുത്തുമാ മാ കത്തബുത്തുന്ന. മാ കത്തബുത്തി നീ ഒരു സ്ത്രീ എഴുതിയില്ല. മാ കത്തബുത്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതിയില്ല. മാ കത്തബുത്തുന്ന നിങ്ങൾ ഒരു സ്ത്രീകളും എഴുതിയില്ല. നിങ്ങൾ സ്ത്രീകൾ ആരും എഴുതിയില്ല. അങ്ങനെ പറയാണ് സുഖം. മാ കത്തബുത്തു ഞാൻ എഴുതിയില്ല. മാ കത്തബുത്തുനാ മാ കത്തബുത്തു നാ ഞങ്ങൾ ആരും എഴുതിയില്ല. ഞാൻ എഴുതിയില്ല, ഞങ്ങൾ എഴുതിയില്ല. അങ്ങനെ ഷോർട്ടായി പറയുമ്പോൾ ഒരു ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കലുണ്ട് അവിടെ. നുക്കമ്മിലുൽ ബിൽ മുനാസിബി എന്ന് പറയുന്നുണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കുക. ഡേസ് ഷംസു ഫിസ്സമായി ബി സബബി സഹാബി ലഹർത്ത് മാ ലഹറത്തി ലഹർത്ത എന്നാണ്. എന്താണ് എഴുതേണ്ടത്? മാ ലഹർത്തി എന്നാണ്. മാ ലഹർത്തി മേഘം കാരണമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മാ ലഹർത്തി ഷംസു. പിന്നെ അടുത്തത് മാ ഹലറ ഡേസ് ഫി സൊഫി താലിബു താലിബാത്തു താലിബത്തു ആമിലു. അപ്പോൾ എന്താണ്, എങ്ങനെ പൂരിപ്പിക്കേണ്ടത്? മാ ഹലറ, ആ ബ്രാക്കറ്റിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? മാ ഹലറ താലിബു, മാ ഹലറ താലിബു ഫി സൊഫി. അതിലെന്തൊക്കെയുണ്ട്? ഫി സൊഫ് ഉണ്ട്, താലിബ് ഉണ്ട്, താലിബത്തുണ്ട്, ആമിലുണ്ട്. അതിൽ താലിബുമാണ് നമ്മൾ എടുക്കേണ്ടത്. മാ ഹലറ ഫി താലിബു ഫി സൊഫി. ക്ലാസ്സിൽ വിദ്യാർത്ഥി ഹാജരായില്ല. ക്ലാസ്സിൽ വിദ്യാർത്ഥി ഹാജരായില്ല. ഇനി മൂന്നാമത്തെ പൂരിപ്പിക്കൽ എന്താണ്? ഡാഷ് തുല്ലാബു കലാമൽ ഉസ്താദി മാ ഹാദ മാ ദഹബ ഫഹിമ മാ ജാഅ. ഇതാണ്.
അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എന്താണ് അതിലെടുക്കേണ്ടത്? ബ്രാക്കറ്റിൽ നിന്ന് എന്താ എടുക്കേണ്ടത്? അത്തുല്ലാബു കലാമുൽ ഉസ്താദ് ഇല്ലേ, അതിൽ മുന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മാ ഫഹിമാണ്. മാ ഫഹിമ, ഉസ്താദിൻ്റെ സംസാരം വിദ്യാർത്ഥികൾ മനസ്സിലായിട്ടില്ല. മാ ഫഹിമ, മനസ്സിലായിട്ടില്ല. അത്തുല്ലാബു, വിദ്യാർത്ഥികൾക്ക് കലാമുൽ ഉസ്താദി, ഉസ്താദിൻ്റെ വർത്തമാനം സംസാരം കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി അറബിയിലാക്കാനുള്ളതാണ് കേട്ടോ. അറബിയിലാക്കൽ: ഇന്നലെ രാത്രി ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ല. നിഷേധിക്കുകയാണ്, കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. എന്താണ് ഇതിന് അറബി പദം പറയുക? മാ റഅയ്നൽ ഖമറ ഫീ ലൈലത്തി അംസി. ഫീ ലൈലത്തി അംസി, ഇന്നലെ രാത്രി ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ ഇന്നലെ രാത്രി വീട്ടിൽ പിതാവിനെ കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയുക? മാ റഅയ്നൽ വാലിദു ഫീ ലൈലത്തിൽ അംസി. മാ റഅയ്നൽ, അങ്ങനെ നമ്മൾ ഓരോരോ ക്രിയകൾ ഉണ്ടാക്കണം. ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ക്രിയകൾ ഉണ്ടാക്കാം. അറബിയിൽ അതിൻ്റെ അറബിയിലുള്ള മലയാളത്തിലൊരു വാക്കുകളെ അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടാക്കണം. ഈ ബുക്കത്തെ അതല്ലാതെ. പിന്നെ പറയുന്നുണ്ട് പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ അറബിയിൽ പറയുക? മാ ഗസൽത്തുൽ യൗമ ബി സബബിൽ ഹുമ്മ. പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല. അതുപോലെ തന്നെ മറ്റൊരു ഒന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ്? നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല. മാ ഖറഅതുമ ദർസ. മാ ഖറഅതുമ ദർസ, നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല. രണ്ടാം പാഠം ഇവിടെ അവസാനിച്ചു. ഇനി മൂന്നാം പാഠമാണ് ഇൻഷാ അല്ലാഹ്. പിന്നൊരിക്കൽ